ഒരു മണ്ഡല ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളറിൽ യാൺ എടുത്തിട്ടുള്ളത്. 4.5 mm ഹുക്ക് സൈസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു യാൺ എന്ന് പറയുന്നത് ഇതിലൊരു കോപ്പർ ഒരു ഗ്ലിറ്റർ ത്രെഡും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് വൈറ്റ് കളർ സെയിം ഗംഗയുടെ തന്നെ സ്റ്റാർലൈറ്റ് എന്നുള്ള ബ്രാൻഡിൻ്റെ ത്രെഡാണ്. അതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കുഞ്ഞു വാളാട്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ ചെയ്ത് തുടങ്ങിയത്. നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള ആ ഒരു വർക്കിൽ ഞാൻ കുഞ്ഞു ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണെങ്കിൽ ഒരു 4-5 ലെയർ ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല മുമ്പത്തെ ഒരു വർക്കിൻ്റെ അത്രയും സൈസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കാണുമ്പോൾ ഒരു ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ അധികം ലെയർ ഇങ്ങനെ ആഡ് ചെയ്ത് ഒരു 18 ഇഞ്ച് സൈസിലോട്ട് ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ട് നമുക്ക് പ്ലേസ്മാറ്റ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലെ വാൾ ഡെക്കർ ആക്കിയിട്ടാണ്. അപ്പോൾ ഈ ഒരു മെറൂൺ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒന്നുകിൽ MDF ബോർഡിലോട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഏറ്റവും അവസാനത്തെ ആ ഒരു ലെയർ നമുക്ക് അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു എംബ്രോയിഡറി ലൂപ്പിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ വൈറ്റ് ഗ്ലൂവും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നനച്ചെടുത്തിട്ട് ഉണക്കിയെടുത്തിട്ടാണ് ഈ ഒരു ഫിനിഷിംഗിൽ കിട്ടിയിട്ടുള്ളത്. കുറച്ച് വൈറ്റ് ഗ്ലൂ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ 1-2 ദിവസം ഉണങ്ങാൻ വെക്കണം. അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഫിനിഷിംഗ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വർക്ക് നമുക്ക് പ്ലേസ്മാറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതാണ്.